ഓം ശാന്തി. ഈ ദേഹത്തിൻ്റെ ലോകത്തെ മറന്ന് ഈ ലോകത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ബാപ്ദാദയെ ഞാൻ ഹൃദയത്തിൽ നിന്നും ഓർമ്മിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. വെളുത്ത പ്രകാശ ശരീരത്തിൽ ബ്രഹ്മബാബയുടെ ആകാരി ശരീരത്തിൽ ഭ്രുകുടിയിൽ വിരാജമാനായ പരംപിത പരമാത്മാ ശിവബാബ എന്നെ വദനത്തിലേക്ക് വിളിക്കുകയാണ്. ബാപ്ദാദയുടെ സങ്കല്പം എന്നിലെത്തുമ്പോൾ തന്നെ ഞാൻ ആത്മാവ് പ്രകാശ ശരീരം ധാരണ ചെയ്ത് ഫരിസ്തയായി വദനത്തിലേക്ക് പറന്നുയരുകയാണ്. വദനത്തിൽ ബാപ്ദാദ എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ മടിയിലെടുത്തു വളരെ സ്നേഹത്തോടെ തലോടുന്നു. ഞാൻ ആത്മാ ബാപ്ദാദയുടെ വരദാനങ്ങളുടെ ഛത്രഛായ ശിരസ്സിനു മുകളിൽ അനുഭവം ചെയ്യുന്നു. ബാപ്ദാദയിൽ നിന്നും സർവഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾ എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ ഈ ഗുണങ്ങളെയും ശക്തികളെയും സ്വയം തന്നിൽ ഉൾക്കൊള്ളുകയാണ്. ബാപ്ദാദ തൻ്റെ വരദാനി ദൃഷ്ടിയിലൂടെ എന്നിൽ മുഴുവൻ വിശേഷതകളും ഉണർത്തുന്നു. ഞാൻ ബ്രഹ്മ ബാബയുടെ സമാനം ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. സാകാരവദനത്തിലെത്തിയപ്പോഴും നിരന്തരം എന്നിൽ ഈ സ്മൃതി ഉണർന്നിരിക്കുന്നു. ഞാൻ ബാപ്പ് സമാനം ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ ആത്മാ സർവരെയും ആത്മീക ദൃഷ്ടിയിലൂടെ കാണുന്നു. നിരന്തരം ഈ സ്മൃതിയിലിരിക്കുന്നു. ചെയ്യിപ്പിക്കുന്നവൻ ബാബയാണ്. ഞാൻ നിമിത്തമാണ്. ഈ സ്മൃതിയിൽ ഞാൻ ബ്രഹ്മ ബാബ് സമാന ബേഫിക്ർ ബാദ്ശാഹ് ആകുന്നു. എനിക്ക് ബ്രഹ്മ ബാബ് സമാനം ഒരു ബലം, ഒരു വിശ്വാസമാണ്. ഈ ആധാരത്തിൽ ഞാൻ അജൽ അഡോൾ ആത്മാവാകുന്നു. ബ്രഹ്മ ബാബ നോളജ്ഫുള്ളായി ഓരോ കർമ്മവും നിശ്ചയത്തോടെ ചെയ്ത് സഫലത പ്രാപ്തി ചെയ്തു.
ഞാനും പ്രിയ ബാബയുടെ ഈ വിഷയത്തെ ധാരണ ചെയ്യുന്നു. വാതാവരണം പവർഫുള്ളാക്കാൻ നിമിത്തമാകുന്നു. ഓരോ സങ്കല്പത്തിലും വചനത്തിലും കർമ്മത്തിലും ഫോളോ ഫാദർ ചെയ്ത് മായാജീത്, കർമ്മേന്ദ്രിയജീത്, പ്രകൃതിജീത് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ചുവടിലും ഫോളോ ഫാദറായി ബാബയെ പ്രത്യക്ഷമാക്കാൻ നിമിത്തമാകുന്നു. ഞാൻ ബാബ് സമാനം ഡബിൾ ലൈറ്റ് ഫരിസ്തയാകുന്നു. ഇന്ന് ബാബ് ദാദ തൻ്റെ പരമാത്മാ പാലനയുടെ അധികാരി കുട്ടികളെ കണ്ട് ഹർഷിതമാകുന്നു. ഞാൻ പരമാത്മാ പാലനയിൽ പ്രത്യക്ഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശ്രീമതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശേഷ ആത്മാവാണ്. ഭാവിയിലും ശ്രേഷ്ഠമാണ്. ദ്വാപരത്തിലും എൻ്റെ ജഡചിത്രം മഹത്തായതാണ്. ഈ മഹാനത ഞാൻ പ്രത്യക്ഷ രൂപത്തിൽ അനുഭവം ചെയ്യുന്നു. അനുഭവം ചെയ്യുന്നതാണ് പുരുഷാർത്ഥത്തിൻ്റെ മൂലാധാരം. ബാപ്പ് ദാദ എല്ലാ കുട്ടികളെയും അനുഭവി മൂർത്തികളാക്കുന്നു. ബ്രാഹ്മണൻ സദാ സമ്പന്നമാണ്. ശക്തികളാലും സമ്പന്നമാണ്. ഗുണങ്ങളാലും സമ്പന്നമാണ്. ബ്രാഹ്മണരുടെ ദൃഷ്ടി, വൃത്തി, വൈബ്രേഷൻ അലൗകികമായി അനുഭവം ചെയ്യിക്കുന്നുണ്ടോ? അവസാന ജന്മം വരെ എൻ്റെ ദിവ്യതയും മഹാനതയും ജഡചിത്രങ്ങളിലൂടെ അനുഭവം ചെയ്യിക്കുന്നു. ഞാൻ അമൃതവേള മുതൽ ഓരോ പെരുമാറ്റവും പരിശോധിക്കുന്നു. എൻ്റെ ദൃഷ്ടി അലൗകികമാണോ? മുഖം ഹർഷിതമാണോ? ഏകരസമാണോ? ഞാൻ സാധാരണ കാര്യങ്ങളിലും വേറിട്ടതും പ്രിയപ്പെട്ടതുമായ അനുഭവം ചെയ്യുന്നു. എൻ്റെ വൈബ്രേഷനിലൂടെ, സംസാര രീതികളിലൂടെ അലൗകിക ഫരിസ്തയുടെ അനുഭവമുണ്ടാക്കുന്നു. സംഗമയുഗത്തിൽ പഴയത് പോകുന്നു, പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ നവീനത ഞാൻ വിശ്വത്തിനു മുന്നിൽ കാണിക്കാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയുടെ പ്രത്യക്ഷതയുടെ ആധാരമാണ് സാധാരണ കാര്യങ്ങളിൽ ഇരിക്കുമ്പോഴും ഫരിസ്തയുടെ പെരുമാറ്റവും അവസ്ഥയും പ്രത്യക്ഷമാകുന്നു. ഞാൻ ഫരിസ്തയുടെ പ്രത്യക്ഷ സ്വരൂപമാകുന്നു. ഏത് അവസ്ഥയിലും ഏത് സമയത്തും അലൗകിക സ്വരൂപം അനുഭവമാകണം. ഞാൻ അത്രയും കാര്യങ്ങളെ മാറ്റുന്നു. സാധാരണ അവസ്ഥാരീതികളിൽ നിന്നും ഉപരിയായ
ഫരിസ്തയാകുന്നു. ഇപ്പോൾ സമയത്തിന്റെ വിളിയാണ്. അലൗകിക ജീവിത സ്വരൂപത്തെ കാണിക്കുന്ന ഫരിസ്തയാകൂ. എന്ത് തന്നെ സംഭവിച്ചാലും അലൗകികത പോകരുത്. ഇതിനായി ബാബ 4 വാക്കുകൾ മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതാണ് ശുഭചിന്തകൾ. ശുഭചിന്ത, ശുഭഭാവന, പിന്നെ ശ്രേഷ്ഠ സ്മൃതിയുടെ സ്വരൂപവുമാകണം. ബാപ്ദാദ എല്ലാ കുട്ടികളിലും ഇല്ലാതാക്കുന്നതും നേരിടാനുള്ള ശക്തിയും കുറവാണെന്ന് കണ്ടു. ഉൾക്കൊള്ളാനുള്ള ശക്തി കുറവായത് കാരണം സർവശക്തികളും ഗുണങ്ങളും ധാരണ ചെയ്യാൻ ആഗ്രഹിച്ചാലും സദാ പൂർണ്ണമാക്കുന്നില്ല. അതിനാൽ ഞാൻ എൻ്റെ മനസ്സാകുന്ന സ്ലേറ്റ് ക്ലീനും ക്ലിയറുമാക്കുന്നു. അല്ലെങ്കിൽ സമയം വരുമ്പോൾ സാകാര രൂപത്തിൽ പുറത്തു വരും. അതിനാൽ ഞാൻ ചെക്ക് ചെയ്യുന്നു, എൻ്റെ മനസ്സാകുന്ന പ്ലേറ്റ് പൂർണ്ണമായും ക്ലീൻ ആൻഡ് ക്ലിയർ ആണോ? ഞാൻ വൈബ്രേഷൻ നൽകുന്ന രൂപത്തിലിരിക്കുന്നു. ഫരിസ്ത എന്നാൽ പരിപൂർണമായും ക്ലീൻ ആൻഡ് ക്ലിയറും നെഗറ്റീവിനെയും പോസിറ്റീവ് രീതിയിൽ പരിവർത്തനം ചെയ്ത് ഉൾക്കൊള്ളുന്നു. എന്ത് ചെയ്താലും ലോകത്തിന് മുന്നിൽ മഹാനാത്മാക്കൾക്ക് ഫരിസ്ത സ്വരൂപത്തിൽ പ്രത്യക്ഷമാകുക തന്നെ വേണം. അലസത പുരുഷാർത്ഥത്തെ തീവ്രമാക്കുന്നില്ല. ബഹുമതിയോടെ പാസ്സാകാൻ അനുവദിക്കുന്നില്ല. ഞാൻ അവ്യക്ത ബ്രഹ്മബാബയ്ക്ക് സമാനമാകാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ബ്രഹ്മബാബയ്ക്ക് കുട്ടികളോട് അതിയായ സ്നേഹമുണ്ട്. കുട്ടികൾ സ്നേഹത്തിനു പകരമായി സമാനമാകുന്നു. ഞാൻ ബാബ് സമാനമാകുന്നതിനുള്ള ദൃഢസങ്കല്പം ചെയ്യുന്നു. ഫരിസ്തയാകണമെന്ന ലക്ഷ്യം വെക്കുന്നു. പഴയ കാര്യങ്ങളെല്ലാം സമാപ്തമാക്കി എൻ്റെ ആദി സംസ്കാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നു. ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ ബാബ് സമാനം ഫരിസ്തയാണ്. ഈ സങ്കല്പത്തിൽ ബീജത്തിന് ഓർമ്മയാകുന്ന വെള്ളവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും പ്രതിജ്ഞയുടെ ഓർമ്മ പുതുക്കുന്നു. ഞാൻ ബാപ്ദാദയുടെ വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമാകുന്നു. സ്വയത്തിൻ്റെ ചക്രത്തെ മനസ്സിലാക്കി ജ്ഞാനിത്വ ആത്മാവായി മാറുന്ന പ്രഭു പ്രിയരായി ഭവിക്കൂ. സ്വയത്തിൻ്റെ ചക്രത്തെ അറിയുക എന്നാൽ ജ്ഞാനിത്വ ആത്മാവാകുക. ജ്ഞാനി ആത്മാക്കൾ പ്രഭു പ്രിയരാണ്. ഓരോ കുട്ടിയും
ബാപ്പ് സമാനമാകുകയാണെങ്കിൽ പെട്ടെന്നു തന്നെ പ്രജകൾ തയ്യാറാകുന്നു. ഓം ശാന്തി.